ഹായ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ബാക്കി പറയാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒരാളെ മയക്കുമരുന്നുമായിട്ട് ഇവിടെ പിടിച്ചു. പുള്ളീനെ ഇവിടുത്തെ നിയമങ്ങൾ അറിയാമല്ലോ, UAEൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയണമെന്നില്ല. അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ പോലും അറിയണമെന്നില്ല ഇയാൾ എവിടെയാണെന്നുള്ളത്. ഇയാൾ പിടിക്കപ്പെട്ടോ എന്താണ് കാരണമെന്നൊന്നും അറിയണമെന്നില്ല. അപ്പോൾ ഇയാളെ കാണാത്തത് കൊണ്ട് ഇയാളുടെ ഫാദർ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും കയറി ഇവിടെ എത്തി. അയാൾക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. അവരന്വേഷിച്ചപ്പോഴാണ് ഈ സംഭവം അറിയണത് ഇയാളകത്താണെന്നുള്ളത്. ഓക്കെ, 1 മാസം പുള്ളി അകത്ത് കിടന്നു. ഇയാളെ റിലീസ് ചെയ്തതിന് ശേഷം, ഞാൻ ഈ പറഞ്ഞ പോലെ ഏകദേശം 60-70 ലക്ഷം രൂപ മുടക്കി ഇയാളെ റിലീസ് ചെയ്തതിന് ശേഷവും ഈ ഫാദർ തിരിച്ച് നാട്ടിൽ പോകാൻ പേടിയായിരുന്നു. കാരണം ഈ മോൻ ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പുള്ളിക്ക്. കാര്യം ഒരു മോനേ ഉള്ളൂ. അവൻ പോലും അറിയാത്ത ഒരു തെറ്റിൻ്റെ പേരിലാണ് പുള്ളി അകത്ത് പോയത്. വേറൊന്നുമല്ല, മയക്കുമരുന്നിലേക്ക് പെട്ടുപോയി. ഇതാണ് സംഭവം. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം. വേറൊരു യുവതി, ഒരു സ്ത്രീ, ഒരു മോളാണ് കൂടെ ഉള്ളത്. അവരുമായിട്ട് നാട്ടിൽ നിന്ന് കയറി ഇവിടെ എത്തി, UAEലെത്തി. അപ്പോൾ ഇവരുടെ ബാഗിനകത്തും ഈ സംഭവം ഉണ്ടായിരുന്നു. ഈ സംഭവം എയർപോർട്ടിൽ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സംഭവം ഉണ്ടെന്നുള്ളത്. പക്ഷേ അവരെ പിടിച്ചുകൊണ്ട് ഇത് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇതവർ കൊണ്ടുവരുന്നത് ഇവിടെ വേറെ ആർക്കോ വേണ്ടിയാണെന്നുള്ളതും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു സംശയവും തോന്നാത്ത രീതിയിൽ അവിടെ എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ അധികൃതർ അവരെ റിലീസ് ചെയ്തോടുന്നു, ചെക്കൗട്ട് ചെയ്ത് വിട്ടു. അതിനൊപ്പം തന്നെ അവർ CIDകൾ ഇവരെ ഫോളോ ചെയ്തിട്ടുണ്ടേയിരുന്നു. 6-7 CID വാഹനങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇവരെ ഫോളോ ചെയ്തിട്ടുണ്ടേയിരുന്നു. രാത്രി ഏകദേശം നല്ല ലേറ്റായ സമയത്താണ് ഇവരെ ദുബായ് കരാമയിൽ വെച്ചിട്ടാണ് കുറേ അതിനുവേണ്ടി മെനക്കെട്ടു ഇയാളെ പിടിക്കാനായിട്ട്. അങ്ങനെ രാത്രി ദുബായ് കരാമയിലുള്ള നമ്മുടെ പാരഗൺ റെസ്റ്റോറൻ്റ് ആണ് തോന്നുന്നു, നമ്മുടെ കോഴിക്കോട് പാരഗൺ ആണ് തോന്നുന്നു. അതിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചെന്നാണ് കേട്ടത്. ഫുഡൊക്കെ കഴിച്ചു പുറത്തിറങ്ങിയ സമയത്താണ് ഈ കൊണ്ടുവന്ന സാധനം ആർക്കാണ് കൈമാറേണ്ടത് അയാളെത്തി, കഥാനായകനെത്തി. സ്ത്രീകളെ വെച്ച് ഇതേപോലത്തെ ഉടായ്പ പരിപാടി കാണിക്കണേ ആണും പെണ്ണും കെട്ട കഥാനായകൻ അവിടെ എത്തി. കഥാനായകനെ അവർ പിടിച്ചു. കഥാനായകൻ കുറേ ഓടാനൊക്കെ നോക്കി. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇവർ സ്കെച്ച് ചെയ്തിട്ടിരിക്കുമായിരുന്നു. ഇവരുടെ തന്നെ CIDകളുടെ 6-7 വാഹനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നു. ഇവരെവിടം വഴിയൊക്കെ ഓടുമെന്ന് അറിയാനായിട്ട്. അവർ പിടിച്ചിട്ട് പോയി. ഏകദേശം 20 വർഷത്തേക്കാണ് തടവെന്നുള്ളതാണ് കേട്ടത്. അതിനറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കേസ്. ഇനി ഒരു കഥയും കൂടിയുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്, നടക്കാത്തതല്ല. അപ്പോൾ അങ്ങനെയും പരിപാടികൾ നടക്കുന്നുണ്ട് എല്ലായിടത്തും. ഓക്കെ, ഏകദേശം സിനിമ സ്റ്റൈൽ കഥകളൊക്കെ തന്നെയാണല്ല. കാര്യം സിനിമയിൽ കാണിക്കണ ഈ കഥകൾ ഇതൊക്കെ തന്നെയാണ്. ഇത് റിയലായിട്ട് കുറച്ചൊക്കെ നടക്കുന്നതുകൊണ്ടാണല്ലോ സിനിമയിൽ അതേപോലെയൊക്കെ അവർക്ക് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത കഥയിൽ പറയാം. ബൈ ബൈ.